ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനും അതിനു വേണ്ട ക്വാളിഫിക്കേഷനും. ഏറ്റവും പുതുതായിട്ട് 88 എന്ന് കാണാം. അതിൽ കുറേ എണ്ണം മുൻപ് വന്നതും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പോസ്റ്റുകളാണ്. അത് നമുക്ക് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ 22 പോസ്റ്റുകളുണ്ട്. അതിൽ മുൻപ് വന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് 22 ഡിസംബറാണ്. നമ്മൾ നോക്കുന്ന ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 5 2022 ജനുവരി 5. അത് തുടങ്ങുന്നത് 549/2021 ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MA സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MEd അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലും ഡിപ്ലോമ ഇൻ സോഷ്യൽ സയൻസും. പിന്നെ അടുത്ത പോസ്റ്റ് 550/2021 അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MTech റീജിയണൽ പ്ലാനിംഗ് അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ആർക്കിടെക്ചർ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റീജിയണൽ സിറ്റി പ്ലാനിംഗ് അല്ലെങ്കിൽ BARC അല്ലെങ്കിൽ MTech ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് അല്ലെങ്കിൽ B-പ്ലാൻ അല്ലെങ്കിൽ M-പ്ലാൻ അല്ലെങ്കിൽ MTech സിറ്റി പ്ലാനിംഗ് അല്ലെങ്കിൽ BTech ഫിസിക്കൽ പ്ലാനിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ വരുന്ന 551/2021 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BA മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ AME സെക്ഷൻ A ആൻഡ് B മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് 553/2021 സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 10th ലെവൽ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 10th ലെവലും BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ 10th ലെവലും BTech ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 10th ലെവലും MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 10th ലെവലും MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും. പിന്നെ 554/2021 ഡ്രാഫ്റ്റ് 1 ഗ്രേഡ് 1 ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 1 പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ആർക്കിടെക്ചർ. പിന്നെ 555/2021 ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം TPES. ക്വാളിഫിക്കേഷൻ 10th ലെവലും NTC ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം TPS കൂടാതെ 36 മാസം എക്സ്പീരിയൻസും അല്ലെങ്കിൽ 10th ലെവലും NAC ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം 12 മാസം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 10th ലെവലും പോളിടെക്നിക് ഡിപ്ലോമ പവർ ഇലക്ട്രോണിക്സ്. ഇതല്ലെങ്കിൽ 10th ലെവലും NTC ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം അത് SCക്കും STക്കും. ഇനി അതല്ലെങ്കിൽ 10th ലെവലും NAC ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം അത് STക്കും SCക്കും. പിന്നെ വരുന്ന 556/2021 അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ BTech സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BA സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ AME സെക്ഷൻ A ആൻഡ് B സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. പിന്നെ വരുന്ന 557/2021 പമ്പ് ഓപ്പറേറ്റർ. ക്വാളിഫിക്കേഷൻ ITITC മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ 10th ലെവലും ITITC ഫിറ്റർ അല്ലെങ്കിൽ 10th ലെവലും ITITC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ 10th ലെവലും NTC മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ 10th ലെവലും ITITC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ 10th ലെവലും NTC ഫിറ്റർ അല്ലെങ്കിൽ 10th ലെവലും NCVT സർവീസ് ഡ്രാഫ്റ്റ് 1 ഇലക്ട്രിക്കൽ. പിന്നെ വരുന്ന 558/2021 ലോവർ ഡിവിഷൻ ക്ലർക്ക് ബീവറേജിലേക്കുള്ള ക്ലർക്കാണ്. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള LD ക്ലർക്കാണ്. 9,190 രൂപ മുതൽ 15,780 രൂപ വരെ ശമ്പളമുണ്ട്. ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ 10th ക്ലാസ് ആണ്. 10th ക്ലാസ് യോഗ്യതയുള്ള ആർക്കും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. പിന്നെ വരുന്ന 560/2021 ഡ്രൈവർ ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി. ക്വാളിഫിക്കേഷൻ 7th ക്ലാസ് സ്റ്റാൻഡേർഡ് MVD ലൈസൻസ് ഓഫ് 3 years സ്റ്റാൻഡിംഗ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് HDV ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജ്.
അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് പോസ്റ്റുകൾ. ഇനി നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് പോസ്റ്റുകൾ നോക്കാം. ജനറൽ പോസ്റ്റുകൾ. ആദ്യത്തെ പോസ്റ്റ് ഇതാണ്. ഒരു പോസ്റ്റാണുള്ളത്. 562/2020 ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. 9 ജില്ലകളിലേക്കുണ്ട്. ഒരു ടീച്ചറാകാൻ വേണ്ട നീണ്ട ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന പോസ്റ്റാണ്. ഇനി സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR പോസ്റ്റുകൾ 6 ഉണ്ട്. 564/2020 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാട്ടമി ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ടാണ്. 565/2020 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പാത്തോളജി ഷെഡ്യൂൾ ട്രൈബിന്. 566/2020 തഹസിൽദാർ സീനിയർ സൂപ്രണ്ടന്റ് SR ഫോർ SC/ST ആൻഡ് ST ഓൺലി ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന 567/2020 നോൺ വെക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് ജൂനിയർ ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ട്. ഇനി സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA 21 പോസ്റ്റുകളുണ്ട്. 571/2020 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി SUC നടാർ. പിന്നെ വരുന്ന 572/2020 അസിസ്റ്റന്റ് മറൈൻ സർവേയർ ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയിട്ട്. 576/2020 സെക്യൂരിറ്റി ഗാർഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ 4 പോസ്റ്റുകളുണ്ട്. 552/2020 മെഡിക്കൽ ഓഫീസർ ഹോമിയോ ബൈ ട്രാൻസ്ഫർ. 559/2020 ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിവറേജിലേക്ക് വേണ്ടിയിട്ടുള്ള. 561/2020 ഡ്രൈവർ ഗ്രേഡ് 2 സൊസൈറ്റി കാറ്റഗറി. സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ NCA പോസ്റ്റുകൾ 3 ഉണ്ട്. 573/2020 ജൂനിയർ സിസ്റ്റം ഓഫീസർ ഈടവതീയ ബില്ലവ. 574/2020 പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ ബൈ ട്രാൻസ്ഫർ SCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. 575/2020 മാർക്കറ്റിംഗ് ഓർഗനൈസർ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് SR പോസ്റ്റുകൾ 5 ഉണ്ട്. 568/2020 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലേക്ക്. 569/2020 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലേക്ക്. 570/2020 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലയിലേക്ക്. ഇനി ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് NCA പോസ്റ്റുകൾ 16 ഉണ്ട്. അതായത് 577/2020 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഷെഡ്യൂൾഡ് കാസ്റ്റ് മലപ്പുറം. 578/2020 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഹിന്ദു നടാർ തിരുവനന്തപുരം കണ്ണൂർ. 579/2020 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ധീവര കൊല്ലം. 580/2020 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൊല്ലം കണ്ണൂർ. 581/2020 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വിശ്വകർമ്മ എറണാകുളം. 582/2020 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ SSC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി പാലക്കാട്. 583/2020 അസിസ്റ്റന്റ് സെയിൽസ്മാൻ SCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി തിരുവനന്തപുരം ജില്ലയിലേക്ക്. ഡിസ്ട്രിക്റ്റ് വൈസ് ബൈ ട്രാൻസ്ഫർ ജനറൽ 1 പോസ്റ്റുകളുണ്ട്. 563/2020 ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിൽ കളക്ടർ ബൈ ട്രാൻസ്ഫർ. പിന്നെ വരുന്ന ഡിസ്ട്രിക്റ്റ് വൈസ് ബൈ ട്രാൻസ്ഫർ NCA പോസ്റ്റാണ് 9 എണ്ണം. 584/2020 ക്ലർക്ക് ക്യാഷ്യർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇടുക്കി വയനാട്. 585/2020 ക്ലർക്ക് ക്യാഷ്യർ ഷെഡ്യൂൾഡ് ട്രൈബ് പത്തനംതിട്ട. 586/2020 ക്ലർക്ക് ക്യാഷ്യർ മുസ്ലിം 6 ജില്ലകളിലേക്ക്. 587/2020 ക്ലർക്ക് ക്യാഷ്യർ ലാറ്റിൻ കത്തോലിക്കനും ആംഗ്ലോ ഇന്ത്യനും 9 ജില്ലകളിലേക്ക്. 588/2020 ക്ലർക്ക് ക്യാഷ്യർ SCC നടർ 4 ജില്ലയിലേക്ക്. 589/2020 ക്ലർക്ക് ക്യാഷ്യർ SCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി 5 ജില്ലയിലേക്ക്. 590/2020 ക്ലർക്ക് ക്യാഷ്യർ ധീവര പാലക്കാട് കണ്ണൂർ. 591/2020 ക്ലർക്ക് ക്യാഷ്യർ ഹിന്ദു നടാർ 6 ജില്ലയിലേക്ക്. 592/2020 ക്ലർക്ക് ക്യാഷ്യർ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എറണാകുളം ജില്ലയിലേക്ക്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. മികച്ച പോസ്റ്റുകളെല്ലാം തന്നെ ഉണ്ട്.
KSL സബ് എഞ്ചിനീയർ, ബീവറേജ് LDC, ഡ്രൈവർ, അങ്ങനെ മികച്ച പോസ്റ്റുകളുണ്ട്. അപേക്ഷിക്കാൻ പറ്റുന്ന അപേക്ഷിക്കുക. ജനുവരി 5 ലാസ്റ്റ് ഡേറ്റ്. ഇതിനു മുമ്പ് വന്ന പോസ്റ്റുകളുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 22. ഓക്കെ, താങ്ക് യു.